മന്ത്രി വി ശിവൻകുട്ടി അഹങ്കാരി എന്ന് വിമർശിച്ച പ്രമുഖ നടി ആരാണ്? സോഷ്യൽ മീഡിയയിൽ മന്ത്രിയുടെ ആരോപണം വലിയ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വെഞ്ഞാറമൂട് പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മന്ത്രിക്കൊപ്പം വേദിയിലുണ്ടായിരുന്ന നടൻ സുധീർ കരമനയും നടിയുടെ രീതിയെ വിമർശിച്ചു. സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് വേണ്ടി കുട്ടികളെ 10 മിനിറ്റ് നൃത്തം പഠിപ്പിക്കാൻ പ്രശസ്ത നടി 5 ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടെന്നാണ് മന്ത്രി ആരോപിച്ചത്. ഇത്തവണ സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പ്രശസ്ത നടിയെ ക്ഷണിച്ചത്. അവർ ക്ഷണം സ്വീകരിച്ചെങ്കിലും 5 ലക്ഷം രൂപ പ്രതിഫലം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: എത്ര അഹങ്കാരികളായി ഇവർ മാറുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 5 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര അഹങ്കാരമാണ്! പണത്തോടുള്ള ആർത്തി തീർന്നിട്ടില്ല ഇവർക്ക്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. പകരം പഠിപ്പിക്കാൻ ഇവിടെ എത്ര പേർ വേണമെങ്കിലും ഉണ്ടാകുമെന്ന നിലയിൽ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ചു. പണം ഞങ്ങൾ തരും. നടിയുടെ പേര് പറയാതെയായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. ഇതോടെ ആരാണ് ആ നടി എന്നതായി ചർച്ച. പലരും സംശയത്തിന്റെ നിഴലിലായി. സ്കൂൾ കലോത്സവത്തിലൂടെ പേരെടുക്കുകയും സിനിമയിൽ എത്തുകയും ചെയ്ത ചില അഭിനേത്രിമാരെ ചുറ്റിപ്പറ്റിയായി ചർച്ച. മുൻപും ഒരു നടിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം സമീപനമുണ്ടായെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിമർശനമുന്നയിച്ചിരുന്നു. ഈ വർഷം മാർച്ചിൽ കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് യുവജനോത്സവത്തിൽ അതിഥികളായി എത്തുന്ന സെലിബ്രിറ്റികൾ വന്ന വഴി മറന്ന് വൻ പ്രതിഫലം കൈപ്പറ്റുന്നത് അവസാനിപ്പിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടത്. ചടങ്ങിലെ മുഖ്യാതിഥി നടി നവ്യ നായരെ വേദിയിൽ ഇരുത്തിയായിരുന്നു വിമർശനം. അതേസമയം താൻ വന്ന വഴി മറന്നിട്ടില്ലെന്നും 1 രൂപ പോലും വാങ്ങാതെയാണ് വന്നിരിക്കുന്നതെന്നും നവ്യ ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി നൽകുകയും ചെയ്തു. കേരള സർവകലാശാല കലോത്സവ സമയത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു നടിയെ ക്ഷണിച്ചപ്പോൾ അവർ വിമാനക്കൂലിയും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസ സൗകര്യവും ആവശ്യപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ പരാമർശം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് തന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ നടൻ മമ്മൂട്ടി പ്രതിഫലം വാങ്ങാതിരുന്ന കാര്യവും മന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. സെലിബ്രിറ്റികൾ പ്രതിഫലം കണക്കാക്കാതെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കണമെന്നാണ് ശിവൻകുട്ടി ആവശ്യപ്പെട്ടത്. സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് വേണ്ടി കുട്ടികളെ 10 മിനിറ്റ് നൃത്തം പഠിപ്പിക്കാൻ 5 ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചതും നവ്യ നായരെന്നാണ് സൂചന. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.